ഇസ്ലാമിക സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മുതൽക്ക് ഇന്നേവരേക്കും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൻ പ്രശ്നമാണ് ഇസ്ലാമിന്റെ പേരിൽ ഉടലെടുത്ത ശിഥിലീകരണ പ്രസ്ഥാനങ്ങൾ. ഖവാരിജികൾ മുതൽ മുഅ്തസിലികൾ, ഖദരിയത്ത്, മുർജിഅത്ത്, റാഫിളിയത്ത്, കറാമിയത്ത് തുടങ്ങിയ ഒട്ടനവധി അവാന്തര വിഭാഗങ്ങൾ ഇസ്ലാമിൽ പ്രത്യക്ഷപ്പെട്ടത്, ഇസ്ലാമിന്റെ പേരിൽ അവർ രംഗത്ത് വന്നത് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടാണ് മൂന്നാമത്തെ ചോദ്യം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചില ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നത്? പരിശുദ്ധ ഖുർആനിലെ ചില ഭാഗങ്ങളെ അതിന്റെ ബാഹ്യം പിടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ആളുകളെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആയത്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിന്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാം. സൂറത്ത് ആൽ-ഇംറാനിലെ 7-ാമത്തെ ആയത്ത് ഈ ഒരു സത്യത്തിലേക്കാണ് വെളിച്ചം വീശുന്നത്. പുത്തൻ പ്രസ്ഥാനക്കാർ എല്ലാവരും തന്നെ പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ തെളിച്ചു പറഞ്ഞിട്ടില്ലാത്ത മുതശാബിഹാത്തിനെ പിൻപറ്റിക്കൊണ്ടാണ് രംഗത്ത് വന്നത് എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു പറയുന്നു, ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രവാചകരെ അങ്ങയുടെ മേൽ ഈ ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത്. മിൻഹു ആയാത്തും മുഹക്കമാത്തുൻ, അതിൽ ചില സൂക്തങ്ങളുണ്ട്, വാക്യങ്ങളുണ്ട്. മുഹക്കമാത്തുൻ, ഖണ്ഡിതമായ ആശയങ്ങൾ, ഖണ്ഡിതമായത്, സുവ്യക്തമായത്, ദുർവ്യാഖ്യാനത്തിന് പഴുതില്ലാത്ത വിധം സുവ്യക്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, അതിലേക്കാണ് കിതാബിൽ വല്ല സംശയങ്ങളും ഉണ്ടാവുമ്പോൾ മടങ്ങേണ്ടത്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിരിക്കുന്നത്, ഇഷ്തിബാഹ് ഉണ്ടാവുന്ന സന്ദർഭത്തിൽ, സംശയങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഈ മുഹക്കമായിരിക്കുന്ന ആയത്തുകളിലേക്കാണ് നാം മടങ്ങേണ്ടത് എന്നാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോൾ അത്തരത്തിൽ ആശയം ഖണ്ഡിതമായി വ്യക്തമാക്കുന്നതായ ആയത്തുകളും വഖുറു മുതശാബിഹാത്ത്, മറ്റു ചിലത് മുതശാബിഹാത്ത്, ആശയം തെളിച്ച് പറഞ്ഞിട്ടില്ലാത്തവയുമാണ്. ഈ ആശയം വ്യക്തമാക്കാത്ത ഭാഗത്തെക്കുറിച്ചുകൊണ്ടാണ് അള്ളാഹു പിന്നീട് പറയുന്നത്, ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, ഹൃദയത്തിൽ വക്രതയുള്ളതായിരിക്കുന്ന ആളുകൾ, ഫയത്തബിഊന മാ തശാബഹ മിൻഹു, ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന് ആശയം തെളിച്ച് പറഞ്ഞിട്ടില്ലാത്തതിനെയാണ് അവർ പിന്തുടരുന്നത്. ഇബ്തിഗാൽ ഫിത്നത്തി, കുഴപ്പം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, വബ്തിഗാ തഅ്വീലി, അതിന്റെ ദുർവ്യാഖ്യാനങ്ങൾ, അതിന്റെ തഅ്വീൽ ചെയ്തുകൊണ്ട്, അതിന് യഥാർത്ഥ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും കുഴപ്പം ഉദ്ദേശിച്ചുകൊണ്ടും ഇത്തരം ആളുകൾ ആശയം വ്യക്തമാക്കപ്പെടാത്ത മുതശാബിഹായിരിക്കുന്ന ആയത്തുകളെയാണ് അവർ പിന്തുടരുന്നത്. വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, അതിന്റെ യഥാർത്ഥ വിശദീകരണം, അതിന്റെ യഥാർത്ഥ ആശയം അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. വറാസിഖൂന ഫിൽ ഇൽമി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിനെക്കുറിച്ചുകൊണ്ട് വ്യക്തമായി അറിയുകയുള്ളൂ. അത്തരത്തിലുള്ളതായ ആയത്തിന്റെ ബാഹ്യാർത്ഥങ്ങളെ അതിൽ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പുത്തൻവാദികൾ രംഗത്ത് വരുമെന്നുള്ള കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ആയത്തും പരിശുദ്ധ ഖുർആൻ നാം മനസ്സിലാക്കേണ്ടതിന്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചുകൊണ്ട് നല്ലൊരു ചിത്രം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും.